ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങളുടെ പ്രതിനിധിയും സ്പെഷ്യൽ കറസ്പോണ്ടന്റുമായ ഡി ബിനോയ് ചേരുന്നു. PV അൻവറിന്റെ ഈ വാർത്താ സമ്മേളനത്തിനെ നമ്മൾക്ക് 4, 5, 6 തലങ്ങളായിട്ട് തിരിക്കാം. ഒന്ന്, ആദ്യം തൻ്റെ പ്രതിച്ഛായ വീണ്ടും ശക്തമാക്കിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി പിണറായിയെ തോൽപ്പിക്കുന്നതിന് വേണ്ടി താൻ നടത്തിയെന്ന് പറയപ്പെടുന്ന പോരാട്ടങ്ങളുടെ ചരിത്രം സൂചിപ്പിക്കുന്നു. MLA സ്ഥാനം രാജിവെക്കാൻ ഇടയായ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു. എന്തിനു വേണ്ടിയാണ് താൻ നിലകൊണ്ടതെന്ന് സൂചിപ്പിക്കുന്നു. ഓരോ ഘട്ടത്തിലും ജനങ്ങളുടെ പിന്തുണ തനിക്ക് ഇപ്പോഴും ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്നു. ആ ജനപിന്തുണ അദൃശ്യമായിട്ടാണ് ഇപ്പോൾ തുടരുന്നത് എന്ന് പറയുന്നു. ആവശ്യം വന്നാൽ അത് വോട്ടുകളായിട്ട് മാറുമെന്ന് സൂചിപ്പിക്കുന്നു. അങ്ങനെ മറ്റൊരു ഭാഗത്ത് താൻ ബലിയാടായി നിൽക്കുന്നു. UDF-നാലും LDF-നാലും ബലിയാടായി നിൽക്കുന്നു. നിലമ്പൂരിലെ ജനതയിലാണ് വിശ്വാസമെന്ന് സൂചിപ്പിക്കുന്നു. ആ അർത്ഥത്തിൽ KC വേണുഗോപാലിൽ നിന്ന് പോലും നീതി കിട്ടുന്നില്ല എങ്കിൽ പിന്നീട് ഒരു സ്ഥാനാർത്ഥിയായിട്ട് ഒറ്റയ്ക്ക് തൃണമൂൽ കോൺഗ്രസിന് സ്ഥാനാർത്ഥിയായിട്ട് നിന്നാലും ജനങ്ങളുടെ പിന്തുണ കിട്ടണമെന്നുള്ള രീതിയിലുള്ളൊരു പ്രതിച്ഛായ നിർമ്മിതിയോടുകൂടി നടത്തിയിട്ടുള്ള ഈ വാർത്താ സമ്മേളനത്തിൻ്റെ ഓരോ ഘട്ടത്തെയും എങ്ങനെയാണ് നമ്മൾക്ക് വിലയിരുത്താൻ കഴിയുക? MS കൃത്യമായും പറയാനുള്ള കുറേ കാര്യങ്ങൾ PV അൻവർ പറഞ്ഞു വെക്കുകയായിരുന്നു ഈ വാർത്താ സമ്മേളനത്തിലൂടെ. എന്നാൽ ഈ അദ്ദേഹം ഒരിക്കൽ പോലും UDF വിട്ടുപോകും എന്ന് പറയുന്നില്ല. ചില ചർച്ചകളിലൂടെ UDF-ൽ തുടരാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജനങ്ങൾ, അതായത് അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. മലപ്പുറം ജില്ലയിലെ 1,86,000-ഓളം വരുന്ന യുവാക്കൾക്ക് അവർക്ക് വിദേശത്ത് പോകാൻ കഴിയാത്ത തരത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന SP-യും ഒപ്പം MR അജിത്കുമാർ എന്ന് പറഞ്ഞ ADGP-യും ചേർന്ന് അവരെ വല്ലാത്ത തരത്തിൽ ചെറിയ ചെറിയ കേസുകൾ, ഹെൽമറ്റ് ധരിക്കാത്ത കേസുകൾ ഉൾപ്പെടെയുള്ള കേസുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ വിദേശയാത്ര പോലും തടസ്സപ്പെടുത്തുന്ന തരത്തിലുള്ള ചില നീക്കങ്ങൾ വ്യാപകമായി മലപ്പുറത്ത് നടക്കുന്നു. മലപ്പുറത്തെ ജനങ്ങളുടെ ഒരു വികാരമാണ് താൻ എന്ന തരത്തിൽ PV അൻവർ ഈ കാര്യങ്ങളിലേക്ക് കടന്നുകൊണ്ടാണ് അദ്ദേഹം ഓരോന്നും പറഞ്ഞത്. കാരണം UDF-നെ മൊത്തത്തിൽ തള്ളിപ്പറയാൻ PV അൻവർ തയ്യാറായിട്ടില്ല. ചില ആളുകൾ, അതായത് UDF-ന്റെ ചില ആളുകൾ, പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവിനെ കുറ്റക്കാരനെന്ന് പറയാതെ പ്രതിപക്ഷ നേതാവിനെ വഴിതെറ്റിക്കുന്നതിന് വേണ്ടി 2 നേതാക്കൾ ശ്രമിക്കുന്നുണ്ട്. അവരാണ് UDF-ന്റെ അല്ലെങ്കിൽ കൺവീനറെ വഴിതെറ്റിക്കുന്നതെന്ന്, പ്രതിപക്ഷ നേതാവിനെ വഴിതെറ്റിക്കുന്ന തരത്തിലും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവസാനം വരെ UDF പ്രവേശനം തന്നെയാണ് PV അൻവറിൻ്റെ മുന്നിൽ ഉള്ളത് എന്ന് തന്നെ വ്യക്തമാക്കുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ വാർത്താസമ്മേളനം അവസാനിച്ച ഭാഗത്ത് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ കോൺഗ്രസ് ബന്ധത്തെക്കുറിച്ച് പറഞ്ഞു. അതിൽ പ്രധാനമായും 80 മുതൽ അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകനായി രംഗത്തുണ്ടായിരുന്നു. ഒപ്പം KC വേണുഗോപാലിനോടൊപ്പം രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ചു. മലപ്പുറം ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റായിട്ട് പ്രവർത്തിച്ചു. രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം യൂത്ത് കോൺഗ്രസിലുണ്ടായിരുന്നു. ഈ സമയത്ത് ഒന്നും തന്നെ VD സതീശൻ തന്നെ പോലെ തന്നെ യുവജന രാഷ്ട്രീയ രംഗത്ത് ഇല്ലായിരുന്നു എന്ന് പറയുന്നതിനും PV അൻവർ മടി കാണിക്കുന്നില്ല. കാരണം 2001 നിയമസഭയിൽ എത്തിയതിനു ശേഷമാണ് VD സതീശൻ്റെ ഒരു നേതാവിൻ്റെ പരിവേഷത്തിലേക്ക് എത്തിയതെന്ന് വരെ പറഞ്ഞു വെക്കുവാൻ PV അൻവർ തയ്യാറായിരിക്കുന്നു. ഇതിൻ്റെ അർത്ഥം ചില നേതാക്കന്മാരെ തള്ളിപ്പറയുകയും ചില നേതാക്കന്മാരെ ഉൾക്കൊള്ളുകയും ചെയ്യുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എല്ലാ പ്രതീക്ഷയും ഇനി ഹൈക്കമാൻഡിലാണ്. ഹൈക്കമാൻഡ് എന്ന് പറയുമ്പോഴേക്കും KC വേണുഗോപാലിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. കാരണം രമ്യമായി അദ്ദേഹത്തിന് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ കൂടി പറയുന്നു. ഒപ്പം KC വേണുഗോപാലിനെ വലിയ തരത്തിൽ പ്രശംസിച്ച് സംസാരിക്കാനും PV അൻവർ തയ്യാറാവുന്നു. കാരണം കേവലം 40 പാർലമെൻറ്റ് സീറ്റ് മാത്രം ഉള്ളിടത്തു നിന്നും 200ഓളം പാർലമെൻറ്റ് സീറ്റുകൾ ഇന്ത്യയിൽ ഉടനീളം കോൺഗ്രസിന് ലഭ്യമായെങ്കിൽ അതിൻ്റെ പിന്നിൽ ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിച്ച് KC വേണുഗോപാലാണ്. തൻ്റെ പ്രശ്നത്തിലും ഇടപെട്ട് മുന്നോട്ട് കൊണ്ടുപോകുവാൻ KC വേണുഗോപാലിന് കഴിയുമെന്നുള്ള ഒരു വലിയ പ്രതീക്ഷ കൂടി PV അൻവർ പങ്കുവയ്ക്കുന്നു എന്നുള്ളതാണ്. അതേസമയം 2 ദിവസം എന്നുള്ള ഒരു ടൈം ലൈൻ അദ്ദേഹം നൽകുന്നുണ്ട്. ഈ 2 ദിവസത്തിനുള്ളിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ കോൺഗ്രസും UDF-ഉം തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ താൻ തൃണമൂലിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കപ്പെടും. തനിക്ക് വലിയ തൃണമൂലിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കും എന്നുള്ളതിന്റെ കാര്യത്തിലേക്ക് നമ്മൾക്ക് വരുന്നതിന് മുൻപ് ഈ 2 ദിവസം കൊണ്ട്, അല്ലെങ്കിൽ 2 എന്ന് പറയുന്നത് കുറച്ചുകൂടി നീണ്ടാൽ തന്നെയും UDF പ്രവേശനം അല്ലെങ്കിൽ അസോസിയേറ്റഡ് മെമ്പർ ആക്കുക എന്ന് പറയുന്ന ആ പ്രക്രിയ, അതിന് അവസാനത്തെ ശ്രമം എന്നുള്ള നിലയ്ക്ക് KC വേണുഗോപാലിനെ ആശ്രയിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശനെതിരെ ഇപ്പോൾ D ബിനോയ് PV അൻവർ ഉന്നയിച്ച പലതരത്തിലുള്ള പരോക്ഷ ആരോപണങ്ങൾ അത് ഒന്നുകൂടി പ്രബലമാവുകയാണ്. സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശന് വലിയ രീതിയിലുള്ള അസ്വസ്ഥതയുണ്ടാക്കുന്ന ഒന്നായിട്ടാണ് ഇപ്പോൾ ഈ വാർത്താ സമ്മേളനം കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ അസ്വസ്ഥതയും മുറിവും അനുഭവപ്പെടേണ്ടത് പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശനാണ്. ഓരോ ഉപതെരഞ്ഞെടുപ്പിലും
ഇവിടുത്തെ UDF സംവിധാനത്തെ ഏകോപിപ്പിച്ചു കൊണ്ടുപോവുകയും അതിൽ പരാജയം സംഭവിച്ചാൽ അത് എനിക്ക് മാത്രമാണ് ഉത്തരവാദിത്തം, ജയിച്ചാലും ആ ഉത്തരവാദിത്തം എനിക്ക് എന്നുള്ള നിലയ്ക്കുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള പരമാധികാര പ്രതിച്ഛായ VD സതീശൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനെ തകർക്കാനുള്ള ശ്രമം എന്നുള്ള നിലയ്ക്ക് ഇതിനേക്കാളും മുകളിൽ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഒരാളുണ്ട്, അത് KC വേണുഗോപാലാണെന്ന് പറയുന്നതിലൂടെ, K സുധാകരൻ എന്നോട് സംസാരിച്ചിരുന്നു, രമേശ് ചെന്നിത്തല എന്നോട് സംസാരിച്ചിരുന്നു എന്ന് പറയുന്നതിലൂടെ UDFന് പുറത്തു നിന്നുകൊണ്ട് UDFനകത്ത് കോൺഗ്രസിനകത്തുള്ള മറ്റൊരു ഗ്രൂപ്പ് കളിയുടെ ചാലകശക്തിയായിട്ട് PV അൻവർ മാറുന്നു എന്നുള്ള സന്ദേശം വളരെ ആപൽക്കരമായ സന്ദേശമാണ്. അതൊരു വിപത്ത് സന്ദേശമാണ്. അതിൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്ന് VD സതീശൻ മറുവാദം ഉന്നയിച്ചാൽ എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട്? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത്. അതായത് കോൺഗ്രസിലെ മുഴുവൻ നേതാക്കളെയും അല്ല തള്ളി പറയുന്നത്. 2 കോൺഗ്രസ് നേതാക്കന്മാർ പ്രതിപക്ഷ നേതാവിനെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നു. അവരുടെ പ്രേരണയ്ക്ക് വിധേയനായതുകൊണ്ടാണ് UDFിലേക്കുള്ള പ്രവേശനത്തിന് വഴിമുടക്കിയായി ചില ആളുകൾ നിൽക്കുന്നത് കൊണ്ടാണ് തൻ്റെ പ്രവേശനം വൈകുന്നത് എന്നാണ് കൃത്യമായ ഭാഷയിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. മാത്രവുമല്ല, പ്രതീക്ഷ അങ്ങ് ഹൈക്കമാൻഡിലേക്ക് അർപ്പിക്കുകയും ചെയ്യുന്നു. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് തന്നോളം രാഷ്ട്രീയ പാരമ്പര്യമില്ലാത്ത ആളുകൾ, പ്രത്യേകിച്ചും തനിക്കുണ്ടായിരുന്ന കോൺഗ്രസ് പാരമ്പര്യം ഒന്നുകൂടി എടുത്തു പറഞ്ഞുകൊണ്ടും KC വേണുഗോപാലിനും ഒപ്പം രമേശ് ചെന്നിത്തലയ്ക്കും ഒപ്പം ഉണ്ടായിരുന്ന പ്രവർത്തന നാളുകളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടുമൊക്കെയാണ് അദ്ദേഹം ചില വിലയിരുത്തലുകൾ നടത്താൻ ശ്രമിച്ചിരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയും. അത് ആ ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിന് ഇടയ്ക്ക് പറഞ്ഞുപോയ 2-3 വാചകങ്ങൾ ഒരു പക്ഷേ അത് വലിയ തരത്തിൽ നമ്മുടെ പ്രതിപക്ഷ നേതാവിനെ തന്നെ മുറിവേൽപ്പിക്കാൻ സാധ്യതയുള്ളതാണ്. കാരണം എടുത്തു പറയുന്നുണ്ടായിരുന്നു 1980 മുതൽ തന്നെ അദ്ദേഹം മാമ്പാട് കോളേജിലെ പ്രവർത്തന രീതികളും കാര്യങ്ങളും പറയുന്നുണ്ട്. 2001 മുതൽ അദ്ദേഹം മത്സരിച്ച് ജയിക്കുന്ന കാലഘട്ടത്തിൽ മുതലാണ് അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പരിവേഷത്തിലേക്ക് എത്തപ്പെടുന്നതെന്നും പറയും. ഇതിൻ്റെ അർത്ഥം അദ്ദേഹം മറ്റൊരു തരത്തിലേക്ക് പ്രതിപക്ഷ നേതാവിനെ ഒന്ന് പഴിചാരിക്കൊണ്ട് ഹൈക്കമാൻഡിലേക്ക് കയറുവാനൊരു ശ്രമം എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, KC വേണുഗോപാലുമായുള്ള ചില ചർച്ചകൾ മുസ്ലിം ലീഗ് നേതാക്കൾ കഴിഞ്ഞ ദിവസങ്ങളിൽ രാത്രിയിലൊക്കെ നടത്തിയെന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. പ്രത്യേകിച്ചും മുസ്ലിം ലീഗിൻ്റെ മുതിർന്ന നേതാക്കന്മാർ തന്നെയാണ് അത്തരത്തിൽ ഒരു ചർച്ചയിലേക്ക് വന്നിരിക്കുന്നത്. കാരണം അവർക്ക് PV അൻവറിനെ തഴഞ്ഞു നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഒരു താല്പര്യക്കുറവുണ്ട്. കാരണം അൻവറിനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ജില്ലയിൽ പല മേഖലകളിലും പല തരത്തിലുള്ള ആൾക്കൂട്ടങ്ങളെ സംഘടിപ്പിക്കാൻ കഴിയുന്ന ഒരു നേതാവാണ്. ഇനിയുള്ള ദിവസങ്ങളിലും അതിനുള്ള കഴിവുണ്ട്. മാത്രവുമല്ല, തൃണമൂൽ പോലുള്ളൊരു പാർട്ടിക്ക് വലിയ തരത്തിലുള്ള വേരോട്ടം പശ്ചിമ ബംഗാളിലുണ്ട്. ആ സഹായങ്ങൾ ഉപയോഗപ്പെടുത്താൻ കഴിയും. അങ്ങനെ വലിയ തരത്തിലുള്ള പ്രതീക്ഷകൾ കൂടി ലീഗ് പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും ലീഗ് ഒരു വട്ടം കൂടി ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാകും എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അതിൽ PK കുഞ്ഞാലിക്കുട്ടി ഒപ്പം തന്നെ മറ്റ് മുതിർന്ന നേതാക്കന്മാർ ലീഗിന് വേണ്ടി പങ്കെടുക്കും. ഒരു പക്ഷേ KC വേണുഗോപാലുമായി ഇവർ ആശയവിനിമയം നടത്താനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാനാകില്ല. എന്തായാലും ഈ 2 ദിവസം എന്നുള്ള ഒരു ടൈം ലൈനിലേക്ക് PV അൻവർ എത്തിച്ചേർന്നിരിക്കുന്നു. നാളെ അവരുടെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയും 2-ാം ദിവസം പാർട്ടിയുമായി ബന്ധപ്പെട്ട പ്രത്യേക നേതാക്കന്മാരുടെ യോഗവും നിലമ്പൂരിൽ ചേരുന്നുണ്ട്. അതിനുശേഷമായിരിക്കും സ്ഥാനാർത്ഥി കുറിച്ചുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക. പക്ഷേ തൽക്കാലം അവിടെ അത് അല്പ ദിവസത്തേക്ക് ഒരു വിരാമം കൊടുത്തുകൊണ്ട് PV അൻവർ പറയുന്നത്, PV അൻവർ പ്രതീക്ഷ കൂടി പങ്കുവയ്ക്കുന്നുണ്ട്. അത് അയാളുടെ ആ പ്രതീക്ഷ KC വേണുഗോപാലിലാണ്. ഒരു ഉചിതമായ തീരുമാനം KC വേണുഗോപാലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നുള്ള ഒരു വലിയ പ്രതീക്ഷ കൂടി PV അൻവർ പങ്കുവയ്ക്കുന്നു എന്നുള്ളതാണ്. എങ്കിൽ തന്നെയും UDFനെ പൊതുവെ തള്ളിപ്പറയാനോ കോൺഗ്രസിനെ തള്ളിപ്പറയാനോ PV അൻവർ തയ്യാറാകുന്നില്ല. ചില നേതാക്കന്മാർ, അതിൽ പ്രത്യേകിച്ചും ഇതുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം നടത്തിയ ആ വാർത്താ സമ്മേളനത്തിനെ കുറിച്ചാണ് അദ്ദേഹത്തിന് ഒരു പരാതിയുള്ളത്. ഇത്രയും നാൾ എല്ലാം ത്യജിച്ചുകൊണ്ട് കൂടെ നിന്നിട്ടും തനിക്ക് UDFനോടുള്ള മുന്നോട്ടുള്ള യാത്രയ്ക്ക് വിരാമമിടുന്ന തലത്തിൽ ചില നീക്കങ്ങൾ, അതിന് അദ്ദേഹം ഉപയോഗിച്ച കത്രിക പൂട്ടെന്നൊക്കെയുള്ള ചില വാക്കുകളൊക്കെ ഉപയോഗിച്ചിരുന്നു, ചില പരാമർശങ്ങളൊക്കെ നടത്തിയിരുന്നു. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന 2 നേതാക്കന്മാരുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ തന്നെ പിന്നീട് എപ്പോഴെങ്കിലും UDFുമായി മാറി നിന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ അത്തരം കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വിളിച്ചു പറയും. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ ആരാണെന്ന് വിളിച്ചു പറയും. ഒപ്പം താനും ഇപ്പോഴത്തെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തുമായി ഉണ്ടായ പ്രശ്നങ്ങൾ എന്താണെന്ന് വിളിച്ചു പറയും. ഇതെല്ലാം ഓരോന്നോരോന്നായി പറയും എന്ന് PV അൻവർ വിശദമാക്കുമ്പോഴും UDFനെ തള്ളിക്കൊണ്ട് അല്ലെങ്കിൽ UDFിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് പൂർണ്ണമായ ഒരു തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകനായി അവിടെ മത്സരിക്കുന്നതിനെക്കുറിച്ച് വലിയ തരത്തിലുള്ള ഒരു
ചിത്രമൊന്നും അദ്ദേഹം തരാൻ തയ്യാറാകുന്നില്ല. പകരം ഇപ്പോഴും UDF-ൽ കയറാം, UDF-നൊപ്പം യാത്ര ചെയ്യാം എന്നുള്ള പ്രതീക്ഷ കൂടി പങ്കുവയ്ക്കുന്നുണ്ട് MS. അതെ, UDF-നെ തള്ളി പറയുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെയും ആ തള്ളി പറയുന്നില്ല എന്നതിനകത്ത് തന്നെ വലിയ രീതിയിലുള്ള തള്ളിപ്പറയലുകൾ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. അതായത് UDF എന്ന് പറയുന്ന ഈ മുന്നണിക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ PV അൻവറിന്റെ ഭാഷയിൽ പറയുന്ന പിണറായിസത്തിനെ ഇല്ലാതാക്കാൻ കഴിയില്ല. ആ പിണറായിസത്തിനെ ഇല്ലാതാക്കാൻ കഴിയണമെങ്കിൽ PV അൻവർ എന്ന് പറയുന്ന ഞാൻ അവിടേക്ക് രംഗപ്രവേശം ചെയ്യുകയും UDF നേതാക്കൾക്ക് ഇതുവരെയും ആർക്കും ഒരു തവണ പോലും പിണറായിസത്തിനെതിരെ അക്കമിട്ട് വസ്തുതാപരമായിട്ട് ആരോപണങ്ങൾ ഉന്നയിക്കാൻ കഴിവില്ല. ആ കഴിവുള്ളത് ഞാനാണ്. അത് നിങ്ങൾ കണ്ടതല്ലേ. ഞാൻ ഇത്രയും കാലം മാധ്യമപ്രവർത്തകരെ ഈ പിണറായി സർക്കാരിനെതിരെ കൊണ്ടുവന്നിട്ടുള്ള അലിഗേഷൻസ്, ആരോപണങ്ങൾ, തെളിവ് സഹിതം കൊണ്ടുവന്ന ആരോപണങ്ങൾ, അപ്പോൾ ഒരു യഥാർത്ഥ പ്രതിപക്ഷ നേതാവ് ഞാൻ തന്നെയാണ് എന്ന് സൂചിപ്പിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, ശരീരഭാഷ എല്ലാം തന്നെ. അപ്പോൾ ഈ സംസ്ഥാന വ്യാപകമായിട്ട് ഒരു വലിയ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മൂന്നാമതും LDF സർക്കാർ അധികാരത്തിൽ വരാതിരിക്കാനുള്ള കഴിവ് UDF-നില്ല, ഇപ്പോഴത്തെ നേതൃത്വത്തിനില്ല. ആ നേതൃത്വത്തിന് ഇല്ലാത്ത കഴിവ് നൽകാൻ എനിക്ക് സാധിക്കുമെന്ന് പറയുന്ന ഈ UDF-ന്റെ സംഘടനാ സംവിധാനത്തെ ആകെ തന്നെയും, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനത്തെ ആകെ തന്നെയും ചോദ്യം ചെയ്യുന്ന നിലയിലേക്കാണ് ഈ വാർത്താ സമ്മേളനം മാറുന്നത്. അപ്പോൾ പ്രത്യക്ഷത്തിൽ UDF-നെ തള്ളി പറയുന്നില്ല, UDF-ന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെയും അത് ജൂലിയസ് സീസറുടെ പ്രസംഗം പോലെയായിട്ട് മാറുന്നു. അതേപോലെ ഒരു ഭാഗത്ത് പ്രകീർത്തിക്കുകയാണെന്ന് തോന്നുകയും അതേ സമയത്ത് അതിനകത്തുള്ള എല്ലാ ദൗർബല്യങ്ങളെക്കുറിച്ചുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നു. അപ്പോൾ PV അൻവറിനെ അസോസിയേറ്റഡ് അംഗമാക്കിയാൽ പോലും ഒരു പ്രശ്നത്തെ എടുത്ത് തലയിൽ വെക്കുകയാണ് എന്നുള്ള നിലയ്ക്ക് KC വേണുഗോപാലിനെ VD സതീശൻ നിർദ്ദേശം നൽകിക്കൊണ്ട് ഈ അപായ സൂചന നമ്മളുടെ മുന്നണിക്കകത്തേക്ക് കൊണ്ടുവരണമോ എന്നുള്ള ചോദ്യം വരാൻ സാധ്യതയില്ലേ? ഉറപ്പായിട്ടും അത്തരത്തിൽ ഒരു അപായ സൂചന തന്നെയാണ് PV അൻവറിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കും നമുക്ക് പറയാൻ കഴിയും. കാരണം UDF-നെ തലോടുകയും തള്ളുകയും ചെയ്യുന്ന ഒരു സമീപനം, ഒരു തലോടലും ഒപ്പം ഒരു തള്ളിപ്പറയലും, ഇത് രണ്ടും കൂടെ ചേർത്തുകൊണ്ടുള്ളൊരു സമീപനമാണ് PV അൻവറിൻ്റെ ഭാഗത്തു നിന്നും ഇന്ന് രാവിലത്തെ വാർത്താ സമ്മേളനത്തിലൂടെ പുറത്തു വരുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം ഈ വെളിപ്പെടുത്തലുകൾ, ഈ പറച്ചിലുകളൊക്കെ തന്നെ ചെന്ന് കൊള്ളേണ്ട സ്ഥലങ്ങളിൽ കൊണ്ടിട്ടുണ്ട് എന്നുള്ള ഉറപ്പാണ്. കാരണം പ്രതിപക്ഷ നേതാവിനെ പരോക്ഷമായി വിമർശിച്ചു, ഒപ്പം തന്നെ പ്രതീക്ഷ അർപ്പിക്കുന്നു, അതിനപ്പുറത്തേക്ക് ചില ആളുകൾ അദ്ദേഹത്തെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞു വെച്ചുകൊണ്ട് KC വേണുഗോപാൽ എന്ന നേതാവിലേക്ക് അദ്ദേഹത്തെ വളരെയധികം പ്രശംസിച്ചുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം ഈ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് താൻ തയ്യാറാകുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ അർത്ഥം ചിലരിൽ വിശ്വാസമുണ്ടോ, ചിലരിൽ വിശ്വാസക്കുറവുണ്ട് എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നു. എന്തായാലും ഈ വിഷയങ്ങളൊക്കെ തന്നെ വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. അതാണ് അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞത്. കാരണം ഇനി PV അൻവറിൻ്റെ മുമ്പിലേക്ക് മറ്റൊരു മുന്നണി ഇല്ല. കാരണം ഇടതു മുന്നണിയിലേക്ക് കടന്നു കയറാനോ അല്ലെങ്കിൽ CPIM-ന്റെ ഭാഗമാകാനോ നടക്കാത്ത ഒരു കാര്യമായതുകൊണ്ട് തന്നെ ചില വിലപേശലുകൾ നടത്തി UDF-ന്റെ സഹകരണ മുന്നണിയായി നിൽക്കാൻ അദ്ദേഹം ഒരു പക്ഷേ തയ്യാറാകുമായിരിക്കും. അതിനുള്ള നീക്കങ്ങൾ തന്നെയായിരിക്കാം കോൺഗ്രസ് നേതാക്കന്മാർ നടത്താൻ പോകുന്നത്. കാരണം വളരെ വേഗത്തിൽ UDF പ്രവേശനം അദ്ദേഹത്തിന് അനുവദിച്ചുകൊണ്ട് ഇത്രയധികം വിമർശനങ്ങൾ ഉന്നയിച്ച ഒരാളിനെ തോളിൽ കൈയിടുവാൻ ഒരു പക്ഷേ പല കോൺഗ്രസ് നേതാക്കന്മാരും തയ്യാറാകില്ല. പകരം ഈ നേരത്തെ അദ്ദേഹം തന്നെ സൂചിപ്പിച്ചു, UDF എന്ന് പറയുന്ന വാഹനത്തിൻ്റെ അല്ലെങ്കിൽ ബസ്സിൻ്റെ പടിയിൽ ഇരുന്ന് യാത്ര ചെയ്യാനെങ്കിലും എനിക്ക് അനുമതി കിട്ടും എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ അതൊരു പക്ഷേ ഒരു സഹകരണ മുന്നണി ആയി മാറപ്പെടും. അത്തരത്തിൽ ഒരു നീക്കമായിരിക്കാം ഇനി PV അൻവർ പ്രതീക്ഷിക്കുന്നതും. അല്ലാതെ ഒരു പൂർണ്ണതോതിലെ ഘടകകക്ഷി എന്നുള്ള കാര്യത്തിലേക്ക് ഉള്ള പ്രതീക്ഷ PV അൻവറിന് നഷ്ടമായിരിക്കുന്നു. കാരണം അത്തരത്തിലൊരു നീക്കം UDF-ന്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല, കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല. കാരണം ഇതിലെ ഒരു പാർട്ടിയായ ഫോർവേഡ് ബ്ലോക്കിനെ പോലും തള്ളിപ്പറയുന്ന തരത്തിലേക്ക് ഒരു, അതും പ്രത്യേകിച്ച് UDF-ന്റെ ഘടകകക്ഷിയാണ് ഫോർവേഡ് ബ്ലോക്ക്, ആ ഫോർവേഡ് ബ്ലോക്കിനെ പോലും തള്ളിപ്പറയുന്ന തരത്തിലേക്ക് അദ്ദേഹം വിമർശനങ്ങൾ നടത്തി. ഇത്തരത്തിൽ UDF-ലെ ഘടകകക്ഷികളെയും പ്രതിപക്ഷ നേതാവിനെയും പരോക്ഷമായും പ്രത്യക്ഷമായും ഒക്കെ വിമർശിച്ച് നടത്തുന്ന ഒരാളിനെ ഉടനെ എടുത്ത് UDF-ന്റെ അംഗമാക്കും എന്നുള്ള കാര്യത്തിൽ വലിയ പ്രതീക്ഷ വേണ്ട. കാരണം ഒരു പക്ഷേ ചർച്ചകൾ ഇതിനകത്ത് നടക്കും. ചർച്ചകളിലൂടെ PV അൻവറിന് പ്രതീക്ഷകൾ നൽകും, ഒരു സഹകരണ പ്രസ്ഥാനമായി മുന്നോട്ട് കൊണ്ടുപോകും. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മലബാർ മേഖലയിൽ ചിലയിടങ്ങളിൽ അദ്ദേഹം പറയുന്നുണ്ട്, 2-3 പഞ്ചായത്തുകൾ പിടിച്ചെടുത്ത കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. വരാൻ പോകുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കാര്യമായൊരു നീക്കം നടത്തിയാൽ മാത്രമേ
നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയം എന്നുള്ള തലത്തിലേക്ക് എത്തിച്ചേരുവാൻ UDFന് കഴിയുകയുള്ളൂ നല്ലവണ്ണം അറിയാം. അതുകൊണ്ട് മലബാർ മേഖലയിൽ ഇത്തരത്തിൽ ഒരാളിനെ കൂടി ഒപ്പം നിർത്തിക്കൊണ്ട്, എന്നാൽ പരസ്യമായി തള്ളിപ്പറയാതെ ഒപ്പം നിർത്തിക്കൊണ്ട് കൊണ്ടുപോകുന്നതിനെ കുറിച്ച് കോൺഗ്രസ് UDF ആലോചിക്കുമെന്നുള്ളത് ഏകദേശം ഉറപ്പാണ്. പൂർണ്ണമായും ഈ നിലവിലെ സാഹചര്യത്തിൽ PV അൻവറിനെ തള്ളിക്കളയില്ല. അതിൻ്റെ ഒരു നീക്കം എന്ന് വേണമെങ്കിൽ ഈ KC വേണുഗോപാലിനെ കാണുന്നതും സംസാരിക്കുമ്പോഴുമൊക്കെ അതിൽ നിന്ന് കിട്ടും എന്നുള്ള വിവരവും നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ കഴിയും. MS ഒരു കാര്യത്തിൽ ഇതിൽ സംശയമില്ല. PV അൻവറിന്റെ ഈ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ള മുഴുവൻ കാര്യങ്ങളോടും കോൺഗ്രസിന് അതൃപ്തി തന്നെ ആയിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്ന് പറയേണ്ടി വരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, VD സതീശൻ കഴിഞ്ഞ ദിവസങ്ങളിലും ഈ നിമിഷം വരെയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം UDFന്റെ അസോസിയേറ്റ് മെമ്പർ ആക്കുക എന്ന് പറയുന്ന ആ കാര്യം, അത് ധാരണയായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതിന് സമയം വേണം. ഇത് ഞാൻ ഒറ്റയ്ക്ക് തീരുമാനിക്കേണ്ട കാര്യമല്ലല്ലോ, അതിനൊരു സമയം വേണം എന്നാണ്. ഈ സമയം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലുടനീളം കേരള വിഷൻ ന്യൂസിൽ D ബിനോയും ഞാനും തമ്മിൽ നടത്തിയിട്ടുള്ള സംഭാഷണങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഈ സമയം എന്ന് പറയുന്നത് നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നതിന് മുമ്പുള്ള ഒരു സമയം എന്നതായിരിക്കണം ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇപ്പോൾ 2 ദിവസം എന്നുള്ള ഒരു നിബന്ധന വച്ചിരിക്കുന്നു. അവസാനത്തെ ആൾ എന്നുള്ള നിലയ്ക്ക് KC വേണുഗോപാലിലേക്ക് പോകുന്നു. അങ്ങനെ അതിലൂടെ ഈ 2 ദിവസം കൊണ്ട് ഈ ഒരു നേട്ടം നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് പ്രതിപക്ഷ നേതാവിന് വലിയ കുറച്ചിലാവും. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ആ വാക്കിന് വിലയില്ലാതായിരിക്കുന്നു. ആ വാക്കിനെ അതിലംഘിച്ചുകൊണ്ട് ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു നീക്കം വരുമ്പോൾ ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വത്തിനെ മുഖവിലക്കെടുക്കാത്തൊരവസ്ഥ വരുന്നു. ഈ ഒരു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ അങ്ങനെ ഉണ്ടാവുമെന്ന് കരുതാൻ കഴിയുകയില്ല എന്നാണ് തോന്നുന്നത്. പക്ഷേ ഇവിടെ PV അൻവറിന്റെ ഒരു നയം എനിക്ക് തോന്നുന്നത് എടുത്തുചാട്ടം നടത്തിയില്ല. UDFന്റെ അസോസിയേറ്റ് മെമ്പർ ആകുന്നതിന് വേണ്ടി എല്ലാ ശ്രമവും, അവസാന ശ്രമവും നടത്തി. എടുത്തുചാട്ടം നടത്താതെ കാത്തിരുന്നു. KC വേണുഗോപാലിലേക്ക് വരെ എത്തി. എന്നിട്ടും നീതി കിട്ടിയില്ല. അതുകൊണ്ട് മത്സരിക്കുന്നു എന്ന് വരുത്താൻ ഉള്ള ശ്രമമായിരിക്കുമോ? MS ഇതിനകത്തൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു കാരണവശാലും ഈ പ്രതിപക്ഷ നേതാവിനെയോ കേരളത്തിലെ കോൺഗ്രസ് നേതാവിനെയോ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഒരിക്കലും KC വേണുഗോപാൽ രംഗത്തെത്തില്ല. ഒരു പക്ഷേ ഒരു നയപരമായ ചർച്ച അവിടെ നടക്കും. പ്രത്യേകിച്ചും ഈ മുസ്ലിം ലീഗ് നേതാക്കന്മാരും ഒപ്പം KC വേണുഗോപാലും ഒക്കെ ആയിട്ടൊരു ചർച്ച നടക്കും. അത് ഉറപ്പാണ്. അതിലൂടെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ തൽക്കാലം ഒരു സഹകരണ മുന്നണിയായി ഒപ്പം നിന്നുകൊണ്ട് അല്ലെങ്കിൽ സഹകരണ രാഷ്ട്രീയ പാർട്ടിയായി കൂടെ നിർത്തിക്കൊണ്ട് ഒപ്പം കൊണ്ടുപോവുക എന്നുള്ള തരത്തിലേക്ക് ഇത് എത്തിച്ചേരും. അതിനപ്പുറത്തേക്ക് കാര്യമായ പ്രതീക്ഷകൾ PV അൻവറിന്റെ ഭാഗത്തും ഇല്ല. അത്തരം ഒരു പ്രതീക്ഷ അദ്ദേഹം വെച്ച് പുലർത്തുന്നത് തന്നെ വരാൻ പോകുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ സീറ്റിലും ഒരു വിലപേശൽ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. എന്തായാലും ഇത്തരത്തിലൊരു വിലപേശൽ PV അൻവറിന്റെ ഭാഗത്ത് നിന്ന് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകും. അത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കോൺഗ്രസിനും UDFനും തലവേദനയായി മാറുമെന്നും കോൺഗ്രസ് നേതാക്കന്മാർക്ക് നല്ലവണ്ണം അറിയാം. നിലവിലെ സാഹചര്യത്തിൽ ഒരു സഹകരണ രാഷ്ട്രീയ പാർട്ടിയായി മാത്രം ഒപ്പം നിർത്തുന്നതിനെ കുറിച്ചായിരിക്കും കോൺഗ്രസും ലീഗും എല്ലാം തമ്മിൽ ധാരണ ഉണ്ടാകാനുള്ള സാധ്യത. അത് PV അൻവർ തത്വത്തിൽ അംഗീകരിക്കാനും സാധ്യതയുണ്ട്. കാരണം അദ്ദേഹത്തിന് മറ്റു പിടിവള്ളികളൊന്നും തന്നെ ഇല്ല. എങ്ങോട്ടും പോകാൻ സ്ഥലമില്ല. BJPയിലേക്ക് പോകാൻ പറ്റില്ല, NDA മുന്നണിയിലേക്ക് പോകാൻ പറ്റില്ല, CPMലേക്ക് പോകാൻ പറ്റത്തില്ല. ഇടതു മുന്നണിയിലെ ഘടകകക്ഷികൾ ഒന്നും തന്നെ PV അൻവറിനെ ഉൾപ്പെടുത്തി മുന്നോട്ട് പോകത്തില്ല. കാരണം അത്തരത്തിൽ CPMനെയും അവരുടെ മുഖ്യമന്ത്രിയെയും ആഭ്യന്തര വകുപ്പിനെയും ഒക്കെ വല്ലാത്ത തരത്തിൽ അദ്ദേഹം ആരോപണത്തിൻ്റെ കുന്തമനയിൽ നിർത്തിയ ആളാണ്. അതുകൊണ്ട് തന്നെ അവിടേക്ക് പോകാൻ കഴിയില്ല. ഏക ആശ്രയം UDF തന്നെയാണ്. മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, തൃണമൂൽ മുന്നണി പോലുള്ളൊരു പാർട്ടിക്ക് കേരളത്തിൽ വലിയ തരത്തിൽ വേരോട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് വലിയ ഈ സമീപകാലങ്ങളിലൊന്നും തന്നെ അതിൽ കഴിയുകയുമില്ല എന്നുള്ളത് ഉറപ്പിച്ച് പറയാൻ കഴിയും. കാരണം അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ ഇവിടെ നിന്ന് 20 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഗൂഡല്ലൂരിലെത്തും. ഗൂഡല്ലൂരിൽ തൃണമൂലും CPMും കോൺഗ്രസും എല്ലാം കൈകോർത്ത് നിൽക്കുന്നു. ഇവിടെ എന്താണ് തൃണമൂലിനെ ഉൾപ്പെടുത്താത്തത്? തൃണമൂൽ അത്ര ഒരു ചെറിയ പാർട്ടിയല്ല. MP മാരുണ്ട്, ഒരു സംസ്ഥാനം ഭരിക്കുന്നു, MLAമാരുണ്ട്, രാജ്യസഭാംഗങ്ങളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ ഒരു അംഗം എന്ന നിലയ്ക്ക്, അതിൻ്റെ ഒരു സ്റ്റേറ്റ് കോർഡിനേറ്റർ എന്ന നിലയ്ക്ക് തന്നെയും തൻ്റെ പാർട്ടിയെയും തൃണമൂൽ കോൺഗ്രസിനെയും എന്തുകൊണ്ട് ഒപ്പം ചേർത്ത് നിർത്തിക്കൂടാ എന്നുള്ളൊരു ചോദ്യം കൂടി ഉന്നയിക്കുന്നെങ്കിലും അത് ഒരു പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ദേശീയ തലത്തിലോ സംസ്ഥാന തലത്തിലോ ഒക്കെ ചർച്ചകൾ നടത്തിക്കൊണ്ട് പരിഹരിക്കുന്നതിലേക്ക് KC വേണുഗോപാൽ തയ്യാറെടുക്കും. അതിനപ്പുറത്തേക്ക് ഒരു പക്ഷേ നമ്മുടെ ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അൻവർ ഈ പറയുന്ന 2 ദിവസത്തിനുള്ളിൽ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് പോകില്ല. അതിനു മുമ്പ് തന്നെ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാൻ തന്നെ ഒരു നീക്കം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ലീഗിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് ചില രാഷ്ട്രീയ നേതാക്കന്മാരും പങ്കുവയ്ക്കുന്നത്. MS
ഇനി അവസാനമായിട്ട് ഇതുമായിട്ട് അധികം ബന്ധമൊന്നും ഇല്ല എങ്കിലും അല്പം തമാശയോട് കൂടിയിട്ടാണ് എങ്കിൽ പോലും ഒരു കാര്യം ബാക്കി വരുന്നത്, ഒരു ഘട്ടത്തിൽ മാധ്യമപ്രവർത്തകരിൽ ഒരാൾ ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് PC ജോർജ് എങ്ങനെ ഭാരമായി, അതിന് തുല്യമായി താങ്കളും ഭാരമാകുമല്ലോ എന്നുള്ള നിലയ്ക്കുള്ള ചോദ്യം വന്നപ്പോഴാണ് അങ്ങേയറ്റം ക്ഷുഭിതനായിക്കൊണ്ട് PV അൻവർ അവൻ എവിടെ കിടക്കുന്നു എന്നുള്ളൊരു ചോദ്യം ചോദിച്ചത്. സ്വാഭാവികമായിട്ടും ഇന്ന് വൈകിട്ട് ആവുന്നതിന് മുമ്പേ തന്നെ PC ജോർജിന്റെ ഒരു മറുപ്രതികരണം കൂടി വന്ന് ഇതിനെ മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുമുണ്ട് അല്ലേ? PC ജോർജിൻ്റെ മാത്രമായിരിക്കത്തില്ല, NDAയിലെ ആൾ കൂടിയാണ്, NDAയിലെ ആൾ കൂടിയാണ്, അല്ലെങ്കിൽ BJPയിലെ നേതാവ് കൂടിയാണ് PC ജോർജ്. അതുകൊണ്ട് BJP തന്നെ ഒരു പക്ഷേ ഇത് ഏറ്റെടുക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. വ്യക്തിപരമായ ഒരു ആക്ഷേപമല്ല എങ്കിൽ പോലും അദ്ദേഹത്തെ ഒരു എന്താ പറയുക, വില കുറച്ച് കാണിക്കുന്ന ഒരു സമീപനം ആണ് അദ്ദേഹം എടുത്തത്, അല്ലെങ്കിൽ അത് തള്ളിപ്പറഞ്ഞത്. അത്തരത്തിൽ ഒരു ആ ചോദ്യം അവിടെ പ്രസക്തമായിരുന്നു. കാരണം പലപ്പോഴായി കോൺഗ്രസിനകത്ത് തലവേദന സൃഷ്ടിച്ച ഒരു നേതാവായിരുന്നു PC ജോർജ്. പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയെ പോലുള്ളൊരു നേതാവിനെ വലിയ തരത്തിൽ ആരോപണ വിധേയനാക്കുന്നു, പിന്നീട് അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നു. അങ്ങനെ വലിയ തരത്തിൽ ഈ നമ്മുടെ മധ്യ തിരുവിതാംകൂറിൽ തന്നെ അദ്ദേഹത്തിന് വലിയ ബുദ്ധിമുട്ടാകുന്ന തരത്തിലുള്ള നീക്കങ്ങളൊക്കെ ഈ PC ജോർജിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. അതാണ് ആ ചോദ്യത്തിൻ്റെ പിന്നിൽ കാണുന്നതും. അതുപോലൊരു തലവേദന PV അൻവറിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യം അത് വളരെ പ്രസക്തമായിരുന്നു. അദ്ദേഹം ക്ഷുഭിതനായതിൻ്റെ കാര്യം അത് തന്നെയാണ്. രണ്ടുപേരെയും കൂട്ടി അല്ലെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് ഒരേ തരത്തിൽ കാണണ്ട എന്നുള്ള അർത്ഥത്തിലായിരുന്നു അദ്ദേഹം കാണിച്ചതും അദ്ദേഹം ആ ക്ഷോഭം കാണിച്ചതെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും അത് തീർച്ചയായും അതുമായി ബന്ധപ്പെട്ട പ്രതികരണം ഉണ്ടാകും. കാരണം PC ജോർജ് ആ മേഖലയിലെ ഒരു നേതാവായിരുന്നു, അതിനപ്പുറം ചീഫ് വിപ്പ് ആയിരുന്നു. അത്തരത്തിൽ മാത്രവുമല്ല BJPയുടെ ഇപ്പോൾ ഒരു വലിയ പ്രതീക്ഷ പങ്കുവയ്ക്കുന്ന മധ്യ തിരുവിതാംകൂറിലെ ഒരു ക്രിസ്തീയ സമുദായത്തിൽ നിന്നുള്ള ഒരു നേതാവ് കൂടിയാണ്. അതുകൊണ്ടൊക്കെ തന്നെ PC ജോർജിനെ തള്ളിപ്പറയുമ്പോൾ BJP എന്തായാലും മറുപടി പറയുമെന്നുള്ള കാര്യം ഉറപ്പാണ്. MS ശരി, D ബിനോയാണ് PV അൻവറിന്റെ ഈ വാർത്താ സമ്മേളനം അവസാനിച്ച നിമിഷങ്ങളിൽ ആ വാർത്താ സമ്മേളനത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയമായ വിശകലനം നടത്തിയത്. UDF പറഞ്ഞ വാക്ക് പാലിച്ചിട്ടില്ല, കാല് പിടിക്കുമ്പോൾ മുഖത്തിന് ചവിട്ടുകയാണ്, ഇനി കാല് പിടിക്കാനില്ല എന്ന് PV അൻവർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നു. കമ്പ്യൂട്ടറിൽ മാത്രമുള്ള പാർട്ടി വരെ ഘടകകക്ഷികളായ UDFൽ തൻ്റെ പാർട്ടിയെ മാറ്റി നിർത്തുന്നത് ആരുടെ താല്പര്യമാണ്, എന്താണ് താൻ ചെയ്ത കുറ്റമെന്ന് UDF വ്യക്തമാക്കണമെന്ന് PV അൻവർ ആവശ്യപ്പെട്ടിരിക്കുന്നു. ഈ സർക്കാരിനെ LDF സർക്കാരിനെ താഴെ ഇറക്കാനാണ് താൻ രാജിവെച്ചത് എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. അതുകൊണ്ടാണ് UDFുമായി ഒരുമിച്ച് പോകാൻ തീരുമാനിച്ചത്. എന്നാൽ UDF നേതൃത്വം പറഞ്ഞ വാക്ക് പാലിച്ചില്ല എന്ന് അൻവർ പറഞ്ഞു. മെയ് 15-ന് പ്രതിപക്ഷ നേതാവുമായി കൂടിക്കാഴ്ച നടത്തുകയും യോജിച്ചു പോകാൻ തീരുമാനിക്കുകയും ചെയ്തു. ആ വിവരം 2 ദിവസത്തിനകം വാർത്താ സമ്മേളനം വിളിച്ച് പറയുമെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് പിന്നീട് ഒരൊറ്റ അക്ഷരം പറഞ്ഞിട്ടില്ല എന്ന് PV അൻവർ കുറ്റപ്പെടുത്തി. UDFൽ പ്രവേശിക്കാനുള്ള ശ്രമങ്ങൾ ഇനിയും തുടരാൻ തന്നെയാണ് തീരുമാനം. KC വേണുഗോപാൽ ACC ജനറൽ സെക്രട്ടറി, അദ്ദേഹത്തിലാണ് ഇനി പ്രതീക്ഷയെന്നും മുന്നണിയിൽ ഇല്ല എങ്കിൽ തൃണമൂൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നും PV അൻവർ വ്യക്തമാക്കിയിരിക്കുന്നു. PV അൻവറിനും UDFനും യോജിച്ചു പോകാൻ കഴിയുമെന്നും ധാരണ തീരുമാനിക്കേണ്ടത് താനല്ല എന്നും നേതൃത്വം മറുപടി നൽകുമെന്നും നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് രാവിലെ വ്യക്തമാക്കിയിരുന്ന കാര്യം കൂടി ഈ വാർത്തയോടൊപ്പം ഓർക്കേണ്ടതുണ്ട്.